السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്ത് നൂഹ് ഖുർആനിലെ 71-ാമത്തെ അധ്യായമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم. إنا أرسلنا نوحا نوح നബിയെ إلى قومه ആ കൗമിലേക്ക്, നൂഹ് നബിയുടെ സമുദായത്തിലേക്ക്, ആ നാട്ടുകാരിലേക്ക് ഞാൻ അയച്ചു. തീർച്ചയായും നാം അയച്ചു. അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. നോവേറിയ ശിക്ഷ, നരകത്തിൻ്റെ ശിക്ഷ, അത് എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന നിർദ്ദേശത്തോടെയാണ് നൂഹ് നബിയെ അള്ളാഹു തൻ്റെ ജനതയിലേക്ക് അയച്ചത്. ഏകദേശം ഈ ഭൂമിയിലേക്ക് മനുഷ്യവാസം ആരംഭിച്ച ആദം അലൈഹിസ്സലാമിൻ്റെ വരവിനു ശേഷം ഏതാനും നൂറ്റാണ്ടുകൾ എന്ന് പറയാം. അതൊന്നും കൃത്യമായ കണക്കുകളല്ല. എന്നാൽ തുടക്കത്തിലുള്ള പ്രവാചകന്മാരിൽ ഒരു നബിയാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തെ ഏത് സ്ഥലമെന്ന് പോലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത്രക്കും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അതിനൊന്നും കൃത്യമായ തെളിവുകളൊന്നും ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളോ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്ന കഥയാണ്, കപ്പലുണ്ടാക്കിയ കഥയും സംഭവിച്ചതൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുമ്പോൾ ആ ജനത്തിന് മുന്നറിയിപ്പ്, സാധാരണ മുബശ്ശിറൻ വനദീറ എന്നാണ് പറയുക. പക്ഷെ അവർക്ക് മുബശ്ശിർ കൊടുക്കുന്നതിനേക്കാൾ നൂഹ് നബിയുടെ ജനതയെ അള്ളാഹു തന്നെ വെറുത്തിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ. ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ മനുഷ്യരിങ്ങനെ കാലങ്ങളും ദേശങ്ങളുമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന കാലമാണ്. മാത്രമല്ല അന്നത്തെ ആളുകളുടെ ആയുസ്സും വളരെ കൂടുതലാണ്. ആയുസ് മാത്രമല്ല, അപ്പം ഈ നൂഹ് നബി തന്നെ 950 വർഷം പ്രബോധനം ചെയ്തു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം, അതായത് 10 നൂറ്റാണ്ട്, എന്തായാലും 10 നൂറ്റാണ്ടോളം പ്രബോധനം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനേക്കാളും വർഷങ്ങളോളം നൂഹ് നബിയും നബിയുടെ നാട്ടുകാരും അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അത്രക്കും വയസ്സുണ്ടായിരുന്നു എന്നാണ്. പിന്നെ കാലക്രമേണ ലോകാവസാനത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ നൂറ്റാണ്ടിലൊക്കെ നമുക്കറിയാം, ഒരു സെഞ്ചുറി, ഒരു 100 വർഷം പോലും ഇപ്പം നമുക്ക് തേക്കാൻ പറ്റൂല. അത്രക്കും അതിലും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകാവസാനത്തിലേക്ക് പോകുന്ന ഒരു ലക്ഷണം കൂടി ആയി നമ്മളതിനെ കാണേണ്ടതുണ്ട്. ഏതായാലും നൂഹ് നബിയുടെ കാലഘട്ടം വളരെയധികം ഷിർക്ക് എന്ന് പറഞ്ഞാൽ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ, 5 കാര്യമായിട്ട് അവർ ഈ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുന്ന പഞ്ചദൈവങ്ങളിലായിരുന്നു അവർ കാര്യമായിട്ടും. ഇപ്പോൾ വദ് എന്ന് പറഞ്ഞാൽ ഈ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഖുർആനിൽ പറഞ്ഞത് തന്നെയാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ 5 ആൾക്കാരും ആ നാട്ടിൽ ജീവിച്ചവരും വളരെ നല്ല മനുഷ്യന്മാരായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയും അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദയും ചെയ്ത യഥാർത്ഥ മുസ്ലിങ്ങളായ 5 ആളുകളാണ്. അപ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള മുൻകാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ നല്ല മനുഷ്യന്മാരെ ഇങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മദ്ഹ് പറഞ്ഞ് പൊക്കുമ്പോൾ തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മളൊരു പക്ഷേ ഇതെങ്ങനെയാ വെച്ചാൽ ജനറേഷനാണ്.
ഒരുപക്ഷെ അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിച്ച കാലഘട്ടത്തിലൊന്നും പിന്നെ ആളുകൾ ഇങ്ങനെ ഈ ആരാധനാ സ്വഭാവം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഉദാഹരണമായിട്ടൊരു ചെറിയൊരു കഥയിലൂടെ ഈ കാര്യം മനസ്സിലാക്കാം. കാരണം ഇത് വലിയൊരു വിഷയമാണ്. കാരണം ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണ്. അപ്പോൾ നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനത ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണ്. അവർ അള്ളാഹിനെ പൂർണ്ണമായും വിസ്മരിച്ചു. അള്ളാഹ് എന്നുള്ളത് കേവലം എപ്പോഴെങ്കിലും വലിയ ആപത്ത് വരുമ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് അവർ പൂർണ്ണമായി വളരെ ധിക്കാരികളായ സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ജനതയുടെ ഇവർ പറയുന്ന വാക്ക്, ഞങ്ങളെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇത് ഇങ്ങനെയാണ് ചെയ്തു വന്നതെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വലിയ മഹല്ലുണ്ടെന്ന് വിചാരിക്കുക, ഉണ്ടല്ലോ എല്ലാ നാട്ടിലും. ഇവിടെ വലിയ പിന്നെ സംവിധാനങ്ങളോട് കൂടിയുള്ള നല്ല മഹല്ലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ആ മഹല്ലിന് ഒരു ഖാദിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഖത്തീബുണ്ട്. ആ ഖത്തീബ് അല്ലെ ഖാദി വളരെ നല്ല രീതിയിൽ മഹല്ലിനെ മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മൾ ഉദാഹരണമായിട്ട് പറയാണ്. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം ആ പള്ളിയിലൊക്കെ സേവനം ചെയ്ത് അദ്ദേഹം മരണപ്പെടുകയാണ്. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൂട്ടുകുടുംബങ്ങളൊന്നുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഒരു കഥയിലൂടെ പറയാണ്. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് നമ്മുടെ പള്ളിയിൽ തന്നെ എന്ത് ചെയ്യാണ്, ഖബറടക്കുകയാണ്. ഖബറടക്കി പള്ളിയുടെ തൊട്ട് ചേർന്ന് തന്നെ ഖബറടക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന റൂമുണ്ട്, അതിൻ്റെയോട് ചേർന്നിട്ട് തന്നെ ആദ്യത്തെ സ്ഥലത്ത് പിന്നെ എന്നെ ഖബറടക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവിടെയൊക്കെ പുതിയ പുതിയ ഉസ്താദുമാർ വന്നു, പുതിയ ഇമാമിങ്ങൾ വന്നു, ഖത്തീബുമാർ വന്നു. ആ ജനറേഷനൊക്കെ കഴിഞ്ഞു പോയി. പലരും ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നന്മകളൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പുതിയൊരു ഖത്തീബ്, ഒരു നല്ല പ്രഭാഷകനായ ഒരു ഖത്തീബ് അവിടെ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റി വളരെ നല്ല രീതിയിൽ കേട്ട് ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിക്കും. ചില ആളുകളൊക്കെ നല്ല വിടുവായിത്തം പറയുന്ന ആൾക്കാരൊക്കെ ചില കറാമത്തുകളൊക്കെ ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്ന് ഞങ്ങളൊരു ദിവസം, ചിലതൊക്കെ ഉള്ളത് തന്നെയാണ്, ചിലത് അദ്ദേഹം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇദ്ദേഹം ഇടപെട്ടപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശരിയായ വിഷയങ്ങളുണ്ട്. അദ്ദേഹം അബൗദ്ധികമായിട്ട് എന്തെങ്കിലും മോചിതത്ത് കാണിച്ചു എന്നല്ല പറയുന്നത്. അദ്ദേഹം ഉള്ള കാലത്ത് അദ്ദേഹം ചില കുടുംബ പ്രശ്നങ്ങളും തർക്കത്തിലൊക്കെ ഇടപെട്ടപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും അബൗദ്ധികമായ കഴിവുകളൊന്നുമല്ല. പക്ഷേ അതൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ച് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ വലുതാക്കി. അപ്പോൾ ആ പുതിയ ജനറേഷൻ, പഴയ ജനറേഷൻ മരണപ്പെട്ടു പോയി. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ പള്ളിയോട് ചേർന്നുള്ള ഈ ഖബറിടം കാണുമ്പോൾ വല്ലാത്ത ആദരവോടുകൂടി നോക്കാൻ തുടങ്ങി. പുതിയ കമ്മിറ്റിക്കാർ പറഞ്ഞു, നമ്മളെല്ലാ ഖബറുകളും പോലെയല്ല, ഇത് പ്രത്യേകമായ നമ്മുടെ മുൻകാല ഒരു പേര് പറയാം, ഒരു പേരിട്ട് അയാളുടെ ഖബറാണ്. അതുകൊണ്ട് അത് നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ, അതൊക്കെ കാട് പിടിച്ചെടുക്കുന്നത്, അതൊന്ന് വൃത്തിയാക്കി വെക്കണം എന്ന രീതിയിൽ അവരെന്ത് ചെയ്തു, അതൊന്ന് വൃത്തിയാക്കി വെച്ചു. അടുത്ത കമ്മിറ്റിക്കാർ വന്നപ്പോൾ, പള്ളി കമ്മിറ്റിക്കാർ വന്നപ്പോൾ അവിടെ ഒരു വയലു പരിപാടിയൊക്കെ നടത്താൻ തീരുമാനിച്ചു. ആ വയലു പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെയൊക്കെ ഒന്ന് ശുചീകരണ പ്രവർത്തനം നടത്തിയപ്പോൾ ഈ ഖബറുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ ചെളിപുറം ഇങ്ങനെ ഒരവസ്ഥയിൽ കണ്ടപ്പോൾ അവർ അതൊന്ന് സിമെൻ്റ് ഇട്ട് വെച്ചേക്കാം, ആ ഭാഗം ഒന്ന് ഏരിയ സിമെൻ്റൊക്കെ ഇട്ടൊന്ന് ഭംഗിയാക്കി വെച്ചു. അതും കഴിഞ്ഞ് അടുത്തൊരു 4 വർഷം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി വന്നപ്പോൾ അന്നത്തെ പരിപാടിയിലേക്ക് ആ ഭാഗത്താണ് സ്റ്റേജൊക്കെ കിട്ടിയത്. അപ്പോൾ ഈ ഖബറ് പ്രത്യേകം കാണാൻ വേണ്ടി അവിടെ ഒന്ന് മറ കെട്ടിയിട്ട് ആ ഖബറിനെ ഒന്ന് ശരിയാക്കി. ആ വർഷം നല്ല സംഭാവനയൊക്കെ കിട്ടി. പിറ്റേത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഈ മറ കെട്ടിയത് അവരന്ന് പൊളിച്ചിരുന്നില്ല. അപ്പോൾ അത് പെർമനൻ്റ് ആക്കിയിട്ടൊരു സംവിധാനം ചെയ്ത് പിറ്റത്തെ ടീം വന്നപ്പോൾ അവിടെ പുതിയൊരു ഉസ്താദ് ആ പള്ളിയിലേക്ക് വന്നു. ആ ഉസ്താദ് ഈ ഖബറിനോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളൊരു ഉസ്താദായിരുന്നു. അദ്ദേഹം ആ ഖബർ എന്ത് ചെയ്യാണ്, മെല്ലെ മെല്ലെ കെട്ടിപ്പൊക്കി ഒരാളെ ഹൈറ്റിൽ ഇങ്ങോട്ട് പൊക്കി ഒരു പച്ച പെയിൻ്റൊക്കെ അടിച്ച് അവിടെ ഒരു സംഭാവന പെട്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പണം അങ്ങനെ വരാൻ തുടങ്ങി. അത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾ പോകുന്നവരൊക്കെ ഇത് പച്ചയും പിന്നെ അതുപോലെ ഈ കെട്ടിപ്പൊക്കിയ ഖബറൊക്കെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു ഇഷ്ടവും അതിനോടൊരു സ്നേഹവും ഒക്കെ തോന്നുകയും അവരങ്ങനെ മെല്ലെ വന്ന് പണം ഇട്ട് പോകാൻ അപ്പുറത്ത് കുറച്ച് നല്ല പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ അങ്ങോട്ട് പോകാനുള്ളത്, മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു പേടി എപ്പോഴും ഉള്ളിലുണ്ട്, ആ ഭയം. അവരിവിടെ ഈ പള്ളി നിസ്കരിക്കാൻ കയറുമ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ സംഭാവന പെട്ടിയിലൊക്കെ ഇട്ട് അങ്ങനെ അടുത്ത കമ്മിറ്റിക്കാർ വന്നപ്പോൾ ഇദ്ദേഹത്തിന് മറക്കാതിരിക്കാൻ ഒരു സപ്ലിമെൻ്റൊക്കെ ഇറക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു വാർഷിക പരിപാടി നടത്തുകയും അവിടുത്തെ നഗരിക്ക് ആ പേരിടുകയൊക്കെ ചെയ്തു.
അതോടുകൂടി അദ്ദേഹം ഫേമസ് ആയി. ആര്? മരണപ്പെട്ടു പോയ വ്യക്തിയെ ഓർക്കുകയും പിന്നെ ആ പള്ളിയും സ്ഥലമൊക്കെ പിന്നീട് ഈ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ നാടിനും അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, ബസ് സ്റ്റോപ്പിൻ്റെ ആളുകൾ ഈ പേരിട്ടു. അതൊക്കെ അവരൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്. പക്ഷേ കഥ അറിയാതെ ആട്ടം കാണുന്ന കുറേ ആളുകളുണ്ട്. അതായത് വിദേശത്തു നിന്ന്, നാട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് പല ആളുകളും, പുറം നാടുകളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വയല് പരിപാടി, വലിയ പ്രഭാഷകൻ അവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങി. വലിയൊരു നഗരിയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി എത്താൻ തുടങ്ങി. വലിയ നേർച്ചയും ആനകളൊക്കെ വരാൻ തുടങ്ങി, വെടിക്കെട്ടുകൾ നടക്കാൻ തുടങ്ങി, ആഘോഷമായി. തൊട്ടപ്പുറത്തെ ഒരു അമ്പലത്തിലെ ഉത്സവപ്പറമ്പിനേക്കാൾ മനോഹരമായി ഇവരിവിടെ ഉത്സവങ്ങൾ അതിനേക്കാൾ ഉഷാറായി നടക്കാനും ആ നാട് അങ്ങനെയൊക്കെ അറിയപ്പെടാനും തുടങ്ങി. അങ്ങനെ അവസാനം ചുരുക്കി പറഞ്ഞാൽ അവിടെ വരുന്ന ആളുകളൊക്കെ ഈ സിയാറത്ത് എന്ന പേരിൽ വരികയാണെങ്കിലും സാധുക്കളായ ആളുകൾ ഈ ഖബറും അവിടുത്തെ ചന്ദനത്തിരിയും വിളക്കും ഇതെല്ലാം കണ്ട് അവിടെ സുജൂദ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവിടെ എല്ലാ ദിവസവും അവിടെയുള്ള പുതിയ ഉസ്താദ് ആവട്ടെ ഒന്ന് ജോറാക്കി എല്ലാ ദിവസവും പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഉഷാറാക്കി. അവസാനം എന്താ അതിൻ്റെ അവസാനം സംഭവിക്കുന്നത്? ക്ലൈമാക്സ് എന്താണ്? മെല്ലെ മെല്ലെ സട്ടാവായ റബ്ബിൻ്റെ കാര്യം ഇവിടെ നിസ്കരിക്കാൻ മാത്രം, നിസ്കാരം 5 വക്ത് പള്ളിയിൽ നിസ്കരിക്കുക എന്നല്ല, അപ്പുറത്തേക്ക് കലാപരിപാടി മൊത്തം ഈ ഖബറുമായി ബന്ധപ്പെട്ട് ഈ സാധുവായ ഖബറിൻ്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യനുണ്ടോ, ഇത് വല്ലതും അറിയുന്ന, അതൊന്നും അറിയുന്നുമില്ല. അപ്പോൾ ആളുകൾ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഈ പാപ്പ എന്ന് പറഞ്ഞ ഈ വ്യക്തിയോടാണ്, ആളുകളോടാണ്. അപ്പോൾ അവിടെയുള്ള ഉസ്താദുമാരുടെ ദുആകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടും പ്രാർത്ഥനകൾ വഴിമാറിപ്പോകുന്നു. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇതുപോലെ ഒരു ഖബറിനോടുള്ള ഒരു വല്ലാത്തൊരു ഇഷ്ടവും. ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചതാണ്. അതിലപ്പുറത്തേക്ക് ഖബറിൽ പോയി ഖബറാളിയോട് പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് സാധാരണക്കാർ, പാമരന്മാരായ അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഖുർആൻ അറിയാത്ത ആളുകൾ, തൗഹീദ് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത പാവങ്ങളായ സാധുക്കളായ ആളുകളാണ് പലപ്പോഴും ശിർക്കിലേക്ക് എത്തുന്നത്. അതൊക്കെ ഇങ്ങനെ തലമുറ കൈമാറി വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. ഇതേ സംഭവമാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലും സംഭവിച്ചിട്ടുള്ളത്. വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും ഇവരൊക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ആ ആളുകളെ ഓരോ നൂറ്റാണ്ടിലും വന്ന ആളുകൾ അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കുകയും അവർക്ക് വേണ്ടി മന്ദിരങ്ങൾ ഉണ്ടാക്കുകയും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും അതിൽ വദ്, ഇപ്പോൾ ശക്തിയുടെ ഒരു കൈയുടെ രൂപമായിരുന്നു വദ്ദിനുണ്ടായിരുന്നത്. എന്നിട്ട് ആ ശക്തിയുടെ ഒരു പ്രതീകമായിട്ടാണ് വദ്ദിനെ അവർ പ്രതിഷ്ഠിച്ചത്. സുവ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ദേവതയായിട്ട്, അത് സ്ത്രീ ദേവതയായിരുന്നു അത്രേ. അപ്പോൾ ഒരു സ്ത്രീ മരിച്ചു പോയപ്പോൾ നല്ലൊരു പെണ്ണായിരുന്നു. അവരെ പറ്റി അങ്ങനെ പുകഴ്ത്തി കലാന്തരത്തിലുണ്ടായ ഒരു സംഭവമാണത്. യഗൂസ് എന്ന് പറഞ്ഞൊരു സിംഹരൂപമാണ്, ഒരു വലിയ ശക്തിയുടെ രൂപമായിട്ട് അവരും അതിനെ കാണുന്നു. യൗക്ക് ഒരു കുതിരയുടെ രൂപത്തിലാണ് അതിൻ്റെ സിമ്പൽ അവർ വെച്ചിട്ടുള്ളത്, നസ്ർ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പക്ഷിയുടെ രൂപത്തിലാണ് നസ്ർ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രൂപങ്ങളൊക്കെ അവർ സങ്കല്പിക്കുകയും അത് പ്രതിഷ്ഠയാക്കപ്പെടുകയും ഒക്കെ ചെയ്തത് കാലാന്തരത്തിലാണ്. അതിനു മുമ്പൊക്കെ ഇവർ മനുഷ്യരായിട്ട് ജീവിച്ച നല്ല മനുഷ്യരായിരുന്നു എന്ന കാര്യം അതവിടെ മാത്രമല്ല, മക്കയിലും അങ്ങനെ തന്നെയായിരുന്നു. ഊബൽ ദൈവമായാലും ലാത്തയും ഉസ്സയും മനാത്തയും അവരൊക്കെ ജീവിച്ചിരുന്ന നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. മക്കയിൽ പിൻകാലത്ത് അവരെ ദൈവങ്ങളാക്കി ചിത്രീകരിക്കപ്പെടുകയാണ്. ഇതുപോലെ ഈസാ അലൈഹിസ്സലാമിനെ, പ്രവാചകനായ ഈസാ അലൈഹിസ്സലാമിനെ ദൈവമായി ചിത്രീകരിച്ച ക്രൈസ്തവ ലോകത്തെ പോലെ ദൈവപുത്രനാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പങ്കാളിയാവുക എന്നുള്ളതും കൂടിയാണല്ലോ, പാർട്ട്ണർഷിപ്പ് പരിപാടി കൂടിയാണല്ലോ. അതിലേക്ക് എത്തുന്നു എന്നുള്ളത്, അതായത് മനുഷ്യരെ മദ്ഹ് പറയുന്നതും നന്മയെ പുകഴ്ത്തുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതൊക്കെ ആരാധന എന്ന് പറയുന്ന ഉലൂഹിയത്ത്, ഇലാഹായ റബ്ബിനെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യരെ ദൈവമായി സങ്കല്പിക്കുകയോ ആ സ്ഥാനത്തേക്ക് ഇടയാളരെ വെക്കുന്നത് പോലും അത് ഷിർക്കാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ അതിലേക്ക് വഴിമരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി എതിർത്ത വിഷയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇടയാളരെ വെച്ച് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന നമുക്ക് ഒരു നബിയോട്, ഏറ്റവും അള്ളാഹുവായിട്ട് അടുത്ത ഒരു നബിയല്ലേ, ആ നബിയോടാണല്ലോ നമ്മൾ തേടേണ്ടത്. നബി കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഔലിയാക്കളും ആരിഫീങ്ങളും അങ്ങോട്ട് വരുന്ന താഴെ സബ് കാറ്റഗറിയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കേൾക്കെങ്കിൽ യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് പ്രാർത്ഥിക്കാമായിരുന്നു. എങ്ങനെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം. ഇനിയിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞു പോയ ഇബ്രാഹിം അലൈഹി സ്വലാമിനെയോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഇടയാളരെ വെക്കുക. ശരിക്കും ഇത് മീഡിയേറ്റർ വെച്ചിട്ടാണ് ഇത് തുടങ്ങുക പരിപാടികൾ. പക്ഷേ സാധുക്കൾക്ക് ഇതൊന്നും അറിയില്ല, പാവങ്ങളായ ആളുകൾക്ക് ഇത് അറിയില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് പറഞ്ഞ 4 ഖലീഫമാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ, ഇവരിൽ ആരെങ്കിലും പിന്നീട് പിൽക്കാലത്ത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഈവൻ ഷിയാക്കൾ പോലും, ഇന്നത്തെ ഷിയാ സമൂഹം പോലും അലി റളിയല്ലാഹു അൻഹുവിനെ മഹത്വവൽക്കരിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് പ്രാർത്ഥന അള്ളാഹുവോടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥമായി അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ. അവർ ദീനിന്ന് പുറത്തല്ല. അപ്പോൾ ഇതൊക്കെ അല്ലെ പിൻകാലത്ത് വന്ന 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, ഈ 4 ഇമാമിയങ്ങളും ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു വ്യക്തിയെ, മരണപ്പെട്ടു പോയ ഏതെങ്കിലും സഹാബത്തോ താബിഈങ്ങളെയോ പ്രാർത്ഥിക്കാൻ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൂചന പോലും അവരോട് തേടാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത വല്ലാതെ മാറുകയും അവർ ഈ തരത്തിൽ വളരെ കൃത്യമായ ഷിർക്കിലേക്ക് അവർ കൂപ്പുകുത്തി വീണ് പോയ ഒരു സമൂഹമായിരുന്നു. അപ്പോൾ അവരോട് ഇനി സ്വർഗത്തെപ്പറ്റി പറയാൻ പോലും അള്ളാഹു ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ജനതേനോ ഒരു താക്കീതുകാരൻ. കാരണം അവർ അകലെയല്ല. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള, അതിനു മുമ്പ് ഇപ്പം അറബ് സമൂഹത്തിന് 0 ആണ്. അവിടെ ഷിർക്കുള്ള ഒരു കോട്ടക്കൊത്തളം എന്നതിലപ്പുറത്തേക്ക് അവർക്ക് തൗഹീദിൻ്റെ വെളിച്ചം വന്നിട്ട് കുറേയായി. നൂഹ് അലൈഹി സ്വലാമിൻ്റെ മുമ്പ് പല പ്രവാചകന്മാരും വന്നിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് കുറേയൊന്നും നൂറ്റാണ്ടായില്ലല്ലോ ഭൂമിയിൽ വന്നിട്ട്, അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. അവരാ ജനത വല്ലാത്ത ധാർഷ്ട്യവും ധിക്കാരവും ഗർവമുള്ള ഒരു ജനതയായിരുന്നു എന്നതുകൊണ്ടാണ്, ഇങ്ങനെ നദീറായിക്കൊണ്ടാണ്, അവർക്ക് ഒരു ഉത്ബോധനമായിട്ടും താക്കീതായിട്ടുമാണ് നൂഹ് അലൈഹിസ്സലാമിനെ അയച്ചത്. എന്താണ് താക്കീത്? നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയാണ് നിങ്ങളുടെ ഈ നടപടി, ഈ കാണുന്ന വദ്ദും സുവാവും യാഊസും നസ്റും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന കാര്യം അറിയിക്കാനാണ്. ഖാലയ ഖൗമി, ഖാലയ ഖൗമി, ആര് പറഞ്ഞു? നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ജനമേ, യാ ഖൗമി, ഓരോ ഖൗമിലേക്കും പ്രവാചകന്മാരയച്ചു, ഓരോ സമുദായത്തിലേക്കും ആ സമൂഹത്തോട് നൂഹ് അലൈഹിസ്സലാം പറയാ, ഖാല യാ ഖൗമി ഇന്നി ലക്കും നസീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. നിങ്ങളോട് മുന്നറിയിപ്പ് അറിയിച്ചിരിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനക്കർഹൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. മഅബൂദ് അള്ളയാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. വത്തഖൂ, അവനെ സൂക്ഷ്മതയോടെ ജീവിക്കുക. വഅതീഊൻ, അള്ളാഹുവിനെ മാത്രം പിൻപറ്റുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമപ്രവർത്തനങ്ങൾ, ഷിർക്കിൻ്റെ തെറ്റുകൾ, ഇതെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ്. വയുഅഖിർക്കും ഇലാ അജലിൻ മുസമ്മ, ഒരവധി വരെ ഇവിടെ ജീവിക്കാൻ അവസരവും നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളെ ഇവിടെ വെച്ചിട്ട് തന്നെ തീർക്കാനാണ് അള്ളാഹിൻ്റെ പ്ലാന്. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ, അള്ളാഹുവിൻ്റെ അവധി വന്നാൽ പിന്നെ ഒട്ടും അത് നീട്ടിവെക്കൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പക്ഷേ ലൗ കുൻതും തഅലമൂൻ, അവരതറിഞ്ഞിരുന്നെങ്കിൽ, അറിയാത്തോണ്ടല്ല, അവർക്ക് അതിന് താല്പര്യമില്ല, അവരുടെ ധിക്കാരം അങ്ങനെയാണ്. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും നൂഹ് അലൈഹിസ്സലാം 950 വർഷത്തോളം, നൂറ്റാണ്ടുകളോളം നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. നൂഹ് നബി
അംബിയ മുർസലുകളെല്ലാം മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം ഒക്കെ വിളിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ നൂഹ് റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മൂസ റസൂലുള്ളാ. ഓരോ നബിമാരും അള്ളാഹിൻ്റെ റസൂലാണ് ഞാനെന്നും ഏകനായ സൃഷ്ടാവിനോട് വഴിപ്പെട്ട് ജീവിക്കണേ എന്ന സന്ദേശവുമായിട്ട് ലോകത്ത് കടന്നു വന്നത്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. എന്നാൽ ക്ഷണം അവരെ കൂടുതൽ അകറ്റാനല്ലാതെ അവരടുക്കുന്ന ലക്ഷണമൊന്നും അവർ കാണിച്ചില്ല. അതല്ല നൂറ്റാണ്ടുകളോളം എന്ന് പറഞ്ഞാൽ എത്ര ക്ഷമയുടെ പ്രവാചകനായിരിക്കണം നൂഹ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിനെ പറ്റി ഒരു ഘട്ടത്തിൽ മനസ്സും അടുത്തുപോയി എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് മീനിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സംഭവമൊക്കെ നമുക്കറിയാം. പക്ഷേ നൂഹ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷം പ്രബോധനം ചെയ്തു. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. എന്താ സംഭവിച്ചത്? അവരെ വിളിച്ചപ്പോൾ ഒക്കെ വൈനിമി കുല്ലമാ ദഅഅതുഹു, അതായത് നൂഹ് അലൈഹിസ്സലാം അവരെ വിളിച്ചപ്പോഴൊക്കെ തഗ്ഫിർ എന്തിന്? പാപമോചനത്തിലേക്ക് വിളിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഅശൗ സിയാബഹും. അവർ മുഖം മൂടി ചെവി പൊത്തി മാറിക്കണം. മുഖം മൂടി പറഞ്ഞാൽ അവർ തിരിഞ്ഞു കളയുക ചെയ്തത്, പിന്തിരിഞ്ഞു പോവുക ചെയ്തത്. അവരിതിനെ കളവാക്കിയിട്ട് പിന്തിരിഞ്ഞു പോകും. ചെവി പേരിൽ അവർ കേൾക്കാത്ത രീതിയിൽ അവർ ശാഠ്യത്തിൽ വസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അഹങ്കാരം കാണിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറ. എന്നിട്ടോ അവരെ ഉറക്ക വിളിച്ചു. അവർ കേൾക്കാത്തത് കൊണ്ട് ഉറക്ക വിളിച്ച് അതിശക്തമായ പ്രവർത്തനങ്ങളിൽ നൂഹ് അലൈഹിസ്സലാം മുഴുകി. ثم إني أعلنت لهم وأسررت لهم إسرارا. പരസ്യമായും വളരെ രഹസ്യമായും അവരെ ഉത്ബോധനങ്ങൾ ചെയ്തു, മാർഗദർശനത്തിലേക്ക് വെളിച്ചത്തിലേക്ക് അവരെ നയിച്ചു. പക്ഷേ فقلت استغفروا ربكم إنه كان غفارا. അവർ അള്ളാഹുവോട് അവർ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങളുടെ നാഥനോടും നൂഹ് അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ട കാര്യം, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. അവൻ ഗഫാറാണ്. അവൻ യുർസിലിസമാ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത് അവനാണ്. അവൻ ഇനിയും ഒരുപാട് മഴ നൽകുന്നു. വയുംദിദുക്കും ബി അംവാലിൻ, നമുക്കൊരുപാട് ഭൗതിക വിഭവങ്ങൾ നൽകും, സമ്പത്ത് നൽകും, നമ്മൾ അനുഗ്രഹിക്കും. വബനീന, മക്കളെയും പുതിയ തലമുറകളെയും അള്ളാഹു നമുക്കുണ്ടാക്കിത്തരും. വയജഅൽ ലക്കും ജന്നാത്തിൻ, നമുക്കൊരുപാട് തോട്ടങ്ങളും എല്ലാ വിഭവങ്ങളും. വയജഅൽ ലക്കും അൻഹാറ, നദികളും ഒഴുക്കിത്തരുകയും ചെയ്തൊക്കെ തരുന്ന അള്ളയാണ്. ഇത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ചരിത്രത്തിൻ്റെ കഥ കേൾക്കാനല്ല. ഈ നാട്ടിലൊക്കെ പുഴകളുണ്ട്, 44 നദികളുള്ള മനോഹരമായ സുന്ദരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെടുന്ന അനുഗ്രഹങ്ങൾ പൂത്തുല്ലസിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പറയണം അൽഹംദുലില്ലാ. ഇവിടെ ഒരുപാട് നിഅമത്ത് അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ളത്. ഭക്ഷണം, താമസം, സമാധാനം. പല രാജ്യത്ത് മുസ്ലിം എന്ന പേരുള്ള പല രാജ്യത്ത് പോലും സാധാരണ ജനങ്ങൾക്ക് പോലും സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സ്ഥലവും നാടും നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നത് തന്നെ അനുഗ്രഹമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയും അല്ല നമ്മൾ. അത്രക്കും നിഅമത്ത് അല്ലാഹ് നമുക്ക് തന്നു. അൽഹംദുലില്ലാ. ഒരുപക്ഷെ നമ്മുടെ പുണ്യം തന്നെ ആവണം. ഒരുപാട് പേര് വിശുദ്ധ ഖുർആനും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമായി മുഅ്മിനീങ്ങളായിട്ട് നല്ല മുഅ്മിനീങ്ങളുള്ള നാട് കൊണ്ട് തന്നെയാണ് ഈ നാടിനെ പ്രത്യേകം അല്ലാഹ് അനുഗ്രഹിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം ന്യായമായിട്ടും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കണില്ലല്ലോ. അള്ളാഹിൻ്റെ വഖാർ, അള്ളാഹു. നമ്മൾ ഈ നാട്ടിൽ ചില ഗാംഭീര്യമുള്ള ചില സംഗതി, ഇപ്പോൾ നാട്ടിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട് വരുന്നതെന്ന് കേട്ടാലുള്ള ഭയം പോലും അള്ളാഹു എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അല്ലേ? നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അല്പം അധികാരമുള്ള ഒരാൾ വരുന്നു, അയാൾ വിളിക്കണമെന്ന് കേൾക്കുമ്പോൾ പോലുള്ള ഭയം പോലും സർവപ്രപഞ്ചത്തിൻ്റെയും അധിപനായ ജബ്ബാറായ ഖഹാറായ അധിപതിയായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നില്ലല്ലോ.
അല്ലേ? നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കൂ. എത്രമാത്രം നമ്മൾ റബ്ബിനെ, അള്ളാഹിനെ അറിയുന്നവർക്കല്ലേ അള്ളാഹുവിനെ ഭയപ്പെടാൻ പറ്റൂ. വേണ്ട പോലെ അള്ളാഹിനെ മനസ്സിലാക്കാത്തവരുണ്ട്, അതും ഒരു സത്യമാണ്. വഖദ് ഖലഖക്കും അത്വാറാ, വ്യത്യസ്ത ഘട്ടങ്ങളിലായി കുഞ്ഞായി വയറ്റിൽ ഒരു ചെറിയ ബീജമായി, പിന്നെ അത് വളർന്ന് വളർന്ന് വലുതായി വയറ്റിൽ ഒരു വർഷത്തോളം 9 മാസവും ചില്ലറ ദിവസങ്ങളും ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ തുടർന്നതിന് ശേഷം ചെറിയ ശിശുവായി ജനിക്കുന്നു. 2 വർഷം മലർന്ന് കിടന്ന് കരയാൻ മാത്രം പറ്റുന്ന ഒരു കുഞ്ഞ്, പാല് കുടിക്കുന്ന കുഞ്ഞ്, അത് വളർന്നു വലുതാകുന്നു. കുട്ടിക്കാലം, ഒരു ചെറുപ്പകാലം, ഒന്നും അറിയാത്ത ഒരു കാലം നമുക്കും കഴിഞ്ഞു പോയി. ബാല്യം, കൗമാരം, ശൈശവം കഴിഞ്ഞ് ഓരോ ദശകൾ ഇങ്ങനെ മാറി 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 അങ്ങനെ യൗവനം, മധ്യവയസ്കനാകുന്നു. അങ്ങനെ അവസാനം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് അത്വാറ, പടിപടിയായി അള്ളാഹു ഇങ്ങനെ നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഓരോ ദിവസവും പുതിയ സെൽസ് ഉണ്ടാവുന്നുണ്ട്. ഓരോ നിമിഷവും നമ്മുടെ ശരീരം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ, നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാ അള്ളാഹു ആകാശലോകത്ത് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്? ഇതിൻ്റെ മഹാസംവിധാനങ്ങൾ ആകാശത്തെ തട്ടുതട്ടുകളായി നിർമ്മിച്ചു വച്ചിരിക്കുന്നതിനെ നിങ്ങൾ കാണുന്നില്ലേ? ഫജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്ശംസ സിറാജ, കത്തിജ്വലിക്കുന്ന സൂര്യനെ, പ്രപഞ്ചത്തിലെ ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള സൂര്യനെ സൃഷ്ടിച്ചു വച്ചതും അതിൻ്റെ നൂറ് പരത്തുന്ന രാത്രിയിൽ നമുക്ക് നിലാവെളിച്ചം നൽകുന്ന ഖമറ ചന്ദ്രനെയും ഉണ്ടാക്കിയത് നീ കാണുന്നില്ലേ? വല്ലാഹു അംബതകും മിനൽ അർളി നബാത, ഈ ഭൂമിയിൽ അല്ലാഹു ചെടികളെ മുളച്ച് പൊങ്ങുന്നതും നീ കാണുന്നില്ലേ? അതിൻ്റെ മനോഹരമായ സൃഷ്ടിപ്പിൻ്റെ ആ വളർന്നു വരുന്നത് എന്ത് മനോഹരമായിട്ടാണ്! അത്ഭുതകരമായ രീതിയിൽ പച്ചമണ്ണിൽ നിന്ന് നമുക്കുള്ള ഭക്ഷണങ്ങളെ മുളപ്പിച്ച് തരുന്നതും നീ കാണുന്നില്ലേ? സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ, എന്നിട്ടോ നിങ്ങളെ അതിലേക്ക് തന്നെ മടക്കുന്നു. മരണപ്പെട്ട് നിങ്ങളെ എല്ലാ വസ്തുക്കളെയും അതിൽ മടക്കുന്ന പോലെ നിങ്ങളെയും മണ്ണിലേക്ക് മടക്കുന്നു. മണ്ണായി തീരുന്നു മനുഷ്യനും. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും പുനർജീവിതവും നൽകുന്നു. പിന്നെയും അള്ളാഹു നിങ്ങളെ വളർത്തിയെടുക്കുന്നു അന്ത്യനാളിലേക്ക്. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതാ, അല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതാ, ഭൂമി നിങ്ങൾക്ക് പരന്ന ഒരു പ്രതലമാക്കി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാനും സൗകര്യപ്രദമാക്കി തന്നത് അല്ലാഹു അല്ലേ? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ, അങ്ങനെയുള്ള വിശാലമായ സബീൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ സംവിധാനിച്ച് തന്നത് അല്ലാഹു അല്ലേ? ഖാല, പറയപ്പെട്ടു ആര്? നൂഹ് നബി. റബ്ബി ഇന്നഹും അസൗനി വത്തബഉ മൻ ലം യസിദ്ഹു മാലുഹു വവലദുഹു ഇല്ലാ ഹസാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ നാഥ, ഇവരെന്നെ ധിക്കരിക്കുകയാണ്. എന്നിട്ടോ അവർ പിൻപറ്റിയത് സമ്പത്ത് കൊടുക്കാത്ത, അവർക്ക് ഒരു രീതിയിലും അവർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ ഭൗതിക വിഭവങ്ങളുടെ വർധനവോ ഒന്നും ചെയ്യാൻ യോഗ്യതയില്ലാത്ത, മക്കളെ കൊടുക്കാൻ യോഗ്യതയില്ലാത്ത, ഒരു തരത്തിലും ഗുണമില്ലാത്തതിനെയൊക്കെ പിൻപറ്റിയിട്ട് നാഥ എന്നെ അവർ ധിക്കരിക്കുന്നു, എൻ്റെ റബ്ബിനെയും അവർ ധിക്കരിക്കുന്നു. വമകറൂ മക്രൻ കുബ്ബാറ, അവർ വലിയ തന്ത്രമാണ് കാണിക്കുന്നത്, അവർ വല്ലാത്ത ധിക്കാരമാണ് കാണിക്കുന്നത്. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര, അവർ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ദൈവങ്ങളെ വെടിയുക. അവരുടെ ജനത്തോട് പറയാണ്, നൂഹ് നബിയോടല്ല, നൂഹ് നബി അവരോടുമല്ല. അവർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബിയുടെ സംസാരത്തെ, ആ പ്രബോധന പ്രവർത്തനത്തെ അതിനെ നിരാകരിച്ചുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് ജനത്തോട് പറയാം. വഖാലു, അവർ പറയാണ്, ലാ തദറുന്ന ആലിഹതക്കും, നമ്മൾ നമ്മുടെ ആലിഹത്തിനൊന്നും വിടരുത്.
നമ്മൾ ഈ തീരുമാനിച്ച നമ്മുടെ ഈ ദേഹേച്ഛകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകളൊക്കെ ആരാധിച്ചു വന്ന വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഗൂക്കിനെയും വനസ്റിനെയും ഒന്നും വിടരുത്, നമ്മൾ മുറുകെ പിടിച്ചോളണം. ഈ ആളെ കാര്യം നഅൂദുബില്ല നമ്മൾ കാര്യമാക്കേണ്ടതില്ല എന്ന് അവരുടെ ജനത്തോട് പറഞ്ഞു. ഒരിക്കലും അവർ മാറില്ല. നൂറ്റാണ്ടുകളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഫലം കാണുന്നില്ല. വഖദ് അദല്ലൂ കസീറാ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാലാ. അങ്ങനെ അവരിങ്ങനെ വളരെ പേരെ വഴിപിഴപ്പിച്ചു. അവരങ്ങനെ അവരുടെ നാട്ടിലുള്ള ജനത്തെ നൂഹ് നബിയുടെ പ്രബോധനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അത് കേൾക്കാനൊന്നും അവർ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ അവരതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതിപ്രവർത്തനങ്ങൾ അപ്പുറത്ത് നടത്തി. നൂഹ് നബി വലാ തസിദു ളാലിമീന ഇല്ലാ ളലാല, അവർ അക്രമങ്ങൾ വർദ്ധിപ്പിച്ചു എന്നല്ലാതെ വഴികേടിലേക്ക് ആളുകളെ അക്രമത്തിലേക്ക് അവർ ക്ഷണിച്ചുകൊണ്ടിരുന്നു. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا. അവരുടെ തെറ്റിനാൽ തന്നെ അവരെ മുക്കിക്കൊന്നു. പിന്നെ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവെ കൂടാതെ ഒരു സഹായിയും അവർക്ക് മിൻ ദൂനില്ലാഹി അൻസാറ, ഒരു സഹായിയും അവർക്ക് കിട്ടിയതുമില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 950 വർഷത്തോളം പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഇനി രക്ഷയില്ല, ഇവർ നന്നാവൂല, ഇവർക്ക് വേണ്ടത് കൊടുത്തേക്കൂ. അങ്ങനെ ആ മലയുടെ മേലെ കപ്പലുണ്ടാക്കുമ്പോൾ വരെ ഇവർ പരിഹസിച്ചത്രേ. മലൻ്റെ മേലെ അല്ല കപ്പലുണ്ടാക്കൽ. ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് മലയുടെ മേലെ എപ്പോഴും ലോകത്ത് എവിടെയും കപ്പലുണ്ടാക്കുന്നത് കടലിനോട് ചേർന്ന് അല്ലെങ്കിൽ നല്ലൊരു നദിയോട് ചേർന്ന് ആ കപ്പലുണ്ടാക്കുക. എന്നിട്ട് ആ കപ്പൽ ആ നദിയിലേക്ക് അങ്ങ് പെട്ടെന്ന് ഒഴുക്കാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ താഴെ ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് കപ്പലുണ്ടാക്കുക. മലൻ്റെ മേലെ കപ്പൽ ആരെങ്കിലും ഉണ്ടാക്കുമോ? അപ്പോൾ ആ നാട്ടുകാർ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞില്ലേ ഭ്രാന്തൻ. അത് ഭ്രാന്തൻ. ഒരു നാട്ടിലെ ജനത്തിന് മൊത്തം ഭ്രാന്തായാലും അവിടെ നല്ല ബുദ്ധിയുള്ള ഒരാൾ വന്നാൽ ജനം മൊത്തം ഇയാളെ ഭ്രാന്തനാക്കുന്നതാണ്. അതുപോലെ ഏകദേശം 100-ൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചത്. സ്വന്തം ഭാര്യ പോലും വിശ്വസിച്ചില്ല, മകനും വിശ്വസിച്ചില്ല. അപ്പോൾ നൂഹ് നബി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ആ ഗൗരവത്തിൽ അല്ലാഹ് പറയും, നിൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ മക്കളും നമ്മുടെ രക്തബന്ധുക്കൾ വരെ തൗഹീദിലില്ലെങ്കിൽ അവരാരെയും, നമുക്കൊക്കെ ശരിക്കും അവരോടൊക്കെ സ്നേഹമല്ലേ? നമുക്ക് ജീവനേക്കാൾ ജീവനായ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ ഉപ്പ, ഇവരൊക്കെ സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമല്ലേ? എങ്കിൽ തൗഹീദിൽ നിലനിൽക്കാൻ 5 വക്ത് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവരോട് നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കടമ നമ്മളൊക്കെ നിർവഹിക്കണം. നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട സ്വന്തം മഹലിൽ തന്നെയാണ്. സ്വന്തം വീട്ടിൽ അനിയന്മാരോട്, ജ്യേഷ്ഠാനുജന്മാരോട്, രക്തബന്ധുക്കളോട്, കുടുംബക്കാരോടൊക്കെ ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഹിദായത്ത് അവർക്ക് കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു. അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. സ്വന്തം മക്കളെ വരെ കാര്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യം അല്ലേ? മക്കൾക്കൊക്കെ നമ്മൾ എല്ലാ ഉപദേശവും കൊടുക്കുന്നതാണ്. മെഡിക്കലിനോ എൻജിനീയറിങ്ങിനോ വലിയ വലിയ പണം ഉണ്ടാക്കുന്ന പരിപാടികൾക്കൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന സകലമാന വിദ്യയും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് എങ്ങനെ രക്ഷപ്പെടാം, മറ്റുള്ളവരെ എങ്ങനെ അല്ലേ? അത് ഒരു പറ്റിക്കലാണ്, ഒരു തരം പറ്റിക്കലാണ്. മറ്റുള്ളവരെ എല്ലാ രീതിയിലും പറ്റിച്ച് നമ്മളെങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നൊക്കെ അതിൻ്റെ വിദഗ്ധമായ സംഗതികളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തിന് ശേഷമുള്ള മഹാവിശാലമായ ഒരു ജീവിതമുണ്ടെന്ന്, ആ ജീവിതത്തിൽ രക്ഷപ്പെടണം മോനെ മോളെ എന്ന് എത്ര ഉപ്പമാർ ഉപദേശിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള അമലുകളിൽ മുഴുകണം. ഈ ലോകത്തെ ചെറിയ ലാഭത്തിന് വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്തല്ല മോനെ എന്ന് എത്ര ഉമ്മമാർ മക്കളെ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരലോകമാണ് നമുക്ക് വലുത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പ്രവാചകനിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. നൂഹ് നബിയുടെ മകനെയും ഭാര്യയെയും തൗഹീദിൽ ദീനിൽ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർക്ക് വരെ നടക്കാത്ത നമുക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആരും നിരാശരാവണ്ട. പലരും എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് പലരും പറയാറുണ്ട്, എൻ്റെ മോനെ കിട്ടണില്ല, തൗഹീദിലില്ല,
നിസ്കരിക്കാൻ പോലും കിട്ടണില്ല. അവനങ്ങ് തെറിച്ചു പോയി, അകന്നു പോയി. പ്രയാസാരില്ല, നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അവൻ പോണെങ്കിൽ പോട്ടെ, നമുക്ക് പോട്ടെ എന്ന് വെക്കാനേ കഴിയുള്ളൂ. നമ്മൾ ദുആ ചെയ്യാം. നമ്മളാലാകുന്ന ദൗത്യം ഖുർആൻ മനസ്സിലാക്കാനും ദീന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. അതിനുവേണ്ടി ഇത്ര സമ്പത്ത് നമ്മൾ മാറ്റിവെച്ചു. മദ്രസയിൽ പഠിപ്പിച്ചു. ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, പഠിപ്പിച്ചു. ശരി, ഇനി അവൻ്റെ വഴിയാണ്. അതിൻ്റെ പേരിൽ നിങ്ങളെ ചോദ്യം ചെയ്യൂല. പിന്നെ മാത്രമല്ല, നമുക്കൊരാളെയും ഒരു വ്യക്തിയെയും നമുക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. അത് അള്ളാഹു കൊടുക്കുന്നതാണ്. അത് അള്ളാഹ് കൊടുക്കണേൽ അയാളുടെ മനസ്സിൽ ആ ഹിദായത്തിനോടുള്ള തേട്ടം ഉണ്ടാവും വേണം. അപ്പോൾ നൂഹ് അലൈഹി സ്വലാമിന് മകനെയും കിട്ടിയില്ല, ഭാര്യയും കിട്ടിയില്ല. മിമ്മാ ഖതീഅതിഹിം, അവരുടെ തെറ്റുകൾ അവരെ മുക്കിക്കൊന്നു. അവരുടെ തെറ്റുകൊണ്ടാണ് അവരെ മുക്കിക്കൊന്നത്. അവരക്രമികളായൊരു ജനതയായിരുന്നു. വിശ്വാസമുള്ള ആളുകൾ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രം നൂഹ് നബിയുടെ കൂടെ കൂടി. ശക്തമായ മഴ, ഭൂമിക്കടിയിൽ ഈ അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരെ വെള്ളം വന്നു എന്നാണ്. അതിശക്തമായ, ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അത്ര മേലേന്ന് മഴ, താഴേന്ന് വെള്ളം പൊങ്ങുക. ഇതൊന്നും അള്ളാഹ്ക്ക് സാധ്യമല്ലാത്തല്ല. കാരണം മഴ അള്ളാഹ് ഉണ്ടാക്കുന്നതാണ്. അള്ളാഹ് വളരെ നല്ല രീതിയിൽ ആവാസ വ്യവസ്ഥ അവിടെ ചെയ്തു വെച്ചുകൊണ്ടാണ്. അത് കടലിൽ നിന്ന് കുറച്ചധികം അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. മഴമേഘങ്ങൾ, ധാരാളം ഇരുണ്ടുകൂടിയെന്നാണ്. അവിടെ അങ്ങോട്ട് ഇരുണ്ട് കൂടിയിട്ട് ആ ആകാശം മുഴുവൻ ഒരു കറുത്ത രീതിയിൽ ഇങ്ങോട്ട് മഴമേഘങ്ങൾ കൊണ്ട് മൂടി. അപ്പം തന്നെ ഭൂമിക്കടയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ഉറവ് വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ നൂഹ് നബി മോനെ വിളിക്കുന്നുണ്ട്. മോനെ വലിയ ശബ്ദത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദൂരേക്ക് വിളിക്കുമ്പോഴും മോൻ പറയും, ഞാൻ ആ മലയുടെ മേലേക്ക് രക്ഷപ്പെട്ടോളാം, നിങ്ങളെ ഈ ഭ്രാന്തിനൊന്നും ഞാനില്ല എന്ന രീതിയിൽ കളിയാക്കുന്ന സ്വഭാവത്തിലാണ് ആ മകനടക്കം പോയത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ അവരുടെ കർമ്മഫലമാണ്. ഇതിലൊരു പാഠം കൂടെ നമുക്കുണ്ട്. നമ്മുടെ തെറ്റുകളില്ലേ ഇവിടെ, മിമ്മാ ഖതീഅത്ത്, നമ്മൾ ഈ ഖതീഅത്ത് തെറ്റായി ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ട് കാര്യങ്ങളില്ലേ, കണ്ണുകൊണ്ടാവട്ടെ, നാവുകൊണ്ടാവട്ടെ, ഇതിൻ്റെയൊക്കെ പിടികൂടൽ ഇവിടെ ഭൂമിയിൽ ദുനിയാവിൽ വെച്ചിട്ടും ചില ശിക്ഷകളൊക്കെ അള്ളാഹ് പരലോകത്തേക്ക് മാറ്റൂല. ചിലതൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടാനും ഉണ്ടാകും. وقال نوح رب لا تذر على الأرض من الكافرين ديارا. നൂഹ് നബി പ്രാർത്ഥിക്കുന്ന വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ ലാ തസർ അലൽ അർളി, ഇവരെ ഭൂമിയിൽ ബാക്കി വെച്ചേക്കണ്ട ഒരു കാഫിറിനെയും, ഇവരെ ഒന്നിനെയും ഇനി ഭൂമുഖത്ത് തന്നെ ബാക്കി വെക്കേണ്ടതില്ലെന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ക്ഷമ കെട്ട് പ്രാർത്ഥിക്കുകയല്ല, പരമാവധി ക്ഷമിച്ച ശേഷം പരമാവധി പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകി അവരെ ക്ഷണിക്കേണ്ട രീതിയിലെല്ലാം രാത്രിയും പകലുകളിലും അവരെ ക്ഷണിച്ചിട്ടും അവർ തൗഹീദിലേക്ക്, അള്ളാഹുവിലേക്ക് വരാത്തത് കൊണ്ട്, അവരുടെ ആരാധനമൂർത്തികളെ വിടാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ട് അള്ളാഹു അക്രമികളായ ജനതയെ ശിക്ഷിക്കാൻ വേണ്ടി നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് മക്ക മുശ്രിക്കുകൾ അറിയണം. ഇന്നും ലോകത്തുള്ള അള്ളാഹുവെ വിട്ട് ആരാധനാമൂർത്തികളെ സ്വീകരിക്കുന്ന സകല മനുഷ്യരും ഇതറിയണം. അതിനുവേണ്ടിയായി ചരിത്രം പറയുന്നത്. ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറ. ഇനി അങ്ങനെ അവരെ വെറുതെ വിട്ടാലോ, ഇന്നക ഇൻ തദർഹും, അവരങ്ങോട്ട് അവരുടെ ആ ഒരു രീതിയിൽ അവരുടെ വഴിയിൽ വിട്ട് കഴിഞ്ഞാൽ അവരിനിയും വഴിപഴിക്കും ഇബാദക. കാരണം നൂറ്റാണ്ടുകൾ ഇത് പ്രബോധനം ചെയ്തിട്ടും മക്കളെ മുഴുവൻ വഴിതെറ്റിക്കുന്നത് മാതാപിതാക്കളാണ്. അത് ലോക ചരിത്രത്തിൽ അങ്ങനെയല്ലേ, ഇന്നും അങ്ങനെയല്ലേ. മാതാപിതാക്കൾ എങ്ങനെയോ മക്കൾ അങ്ങനെയോ വളരുക. അല്ലേ, മദ്രസയിൽ ഉസ്താദിനോട് പറയും, എൻ്റെ മോന് വീട്ടിൽ നിസ്കരിക്കണില്ല. ഉസ്താദ് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ രാവിലെ വാപ്പ പള്ളി പോലുണ്ടോ? ഈ ചോദിക്കണ ഉമ്മമാരായിരിക്കും ഒരു പക്ഷേ ഇതിലൊക്കെ ദീനിയായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇടപെട്ട് ചോദിക്കുക. ഉസ്താദിനോട് പറയും, മോന് നിസ്കരിക്കണില്ല വീട്ടിൽ നിന്ന്. ഉസ്താദിൻ്റെ തിരിച്ചു ചോദിച്ചത്, ബാപ്പ പള്ളിയിൽ പോലുണ്ടോ? സുബഹിന്, ലുഹറിന്, അസറിന്, മഗ്‌രിബിന്, ഇശാ വീട്ടിൽ നിന്ന് നിസ്കരിക്കലുണ്ടോ അറ്റ്ലീസ്റ്റ്? ഇല്ല. മൂപ്പർക്ക് വലിയ തിരക്കാണ്. എങ്ങനെയാണ് അതൊക്കെ ശരിയാവുക? അപ്പം മാതാപിതാക്കളാണ് മക്കളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ. ഹിദായത്തിൽ വലിയൊരു പങ്കുണ്ട്. മാതാപിതാക്കളുടെ സ്വഭാവമാണ്, അവരുടെ പെരുമാറ്റമാണ്, അവരുടെ സ്വഭാവത്തിൻ്റെ പതിപ്പാണ് മക്കൾ. ഇബാദക വലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറ. അതുകൊണ്ട് തെമ്മാടികളായി ജനത, കാഫിരീങ്ങളായി ജനത അവരുടെ മക്കളെയും വഴിപിഴപ്പിക്കും. അതുകൊണ്ട് ഇവരിൽ ഒരാളെയും നീ ഭൂമുഖത്ത് ബാക്കി വെച്ചേക്കരുതേ എന്ന് നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പ്രാർത്ഥിച്ചു.
رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. എൻ്റെ നാഥ റബ്ബി ഗഫിർലി, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വിശ്വാസികളായി ഭവനത്തിൽ കടന്നു വന്നവർക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരേണമേ. അക്രമികളായ ജനതയ്ക്ക് വലദാത്തദിദ്ദാലിമീന, ദുൽമ ചെയ്ത ആളുകൾ അവർക്ക് അക്രമത്തിന് കൃത്യമായ ശിക്ഷയല്ലാത്തതൊന്നും നീ വർദ്ധിപ്പിച്ച് കൊടുക്കരുതേ എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദഖല ബൈത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇസ്ലാമാകുന്ന വീട്ടിലേക്ക്, ഈ സമാധാന ഗേഹത്തിലേക്ക്, വിശുദ്ധ ഇസ്ലാമിലേക്ക്, അതായത് കപ്പലിലേക്ക് നൂഹ് നബിയുടെ കൂടെ കൂടിയ ആളുകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കണേ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. കാരണം ഇത്രയും വലിയ അതിക്രമികളായ ജനതയുള്ള ഒരു നാട്ടിൽ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഹിദായത്ത് തൊടുന്ന മനുഷ്യർ. ഇത് വളരെ എണ്ണത്തിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള ഹിദായത്ത് ആഗ്രഹിക്കുകയും അത് അള്ളാഹുവിൻ്റെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി അതിൻ്റെ മാർഗത്തിൽ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ലോകത്തുണ്ടാവുള്ളൂ. അള്ളാഹുവേ നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനത ആ അക്രമികളായ ജനതയെപ്പോലെ അഹങ്കാരികളാക്കല്ല ഞങ്ങളെ അള്ളാഹുവേ. തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അള്ളാഹുവേ. ഓർമ്മ വെച്ച കാലം മുതൽ പടിഞ്ഞാറ്റ് തിരിയുന്നവരാ അള്ളാഹുവേ. ജീവിതത്തിൽ ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ, നിന്നെ അറിഞ്ഞ കാലം മുതൽ അള്ളാഹുവേ നിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ തുടങ്ങിയതാ. ഒരു വക്തും വിട്ടിട്ടില്ല അള്ളാഹുവേ. ഏതെങ്കിലും ജീവിതത്തിൽ വല്ല ഘട്ടത്തിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അതിൻ്റെ പേരിൽ ഞങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അപമാനിതരാക്കല്ലേ അള്ളാഹുവേ. പാപമോചനത്തോടെ, പൂർണ്ണമായ പാപമോചനത്തോടെ സ്വർഗത്തിൽ വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ. ഞങ്ങളെ അഹങ്കാരികളാക്കല്ലേ അള്ളാഹുവേ. ഞങ്ങളെ അക്രമികളാക്കല്ലേ അള്ളാഹുവേ. ഞങ്ങളുടെ ഈമാനിനെ പൂർത്തിയാക്കി തരണേ മുഅ്മിനായിട്ട് മൗത്താവാൻ, മുഅ്മിനായി ഈമാൻ ഉറച്ച വിശ്വാസത്തോടെ കലിമ ചൊല്ലി മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ. 5 നേരം നിൻ്റെ മുമ്പിൽ ഇഷ്ടത്തോടെ സുജൂദ് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹുവേ. ഞങ്ങളുടെ ഈമാനിനെ പ്രകാശിപ്പിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളുടെ കർമ്മത്തിലേക്ക്, ഞങ്ങളുടെ സ്വഭാവത്തിലേക്ക് മാറ്റണേ അള്ളാഹുവേ. ഞങ്ങളുടെ നാവ് കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റായ വർത്തമാനങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അള്ളാഹുവേ. കണ്ണുകൊണ്ട് കാണുന്നതിനെ, തെറ്റായ കാഴ്ച കണ്ടതിന് അള്ളാഹുവേ പുറത്തു തരണേ തെറ്റായ കാഴ്ചകളെ കാണാനുള്ള പ്രേരകം മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ വസുവാസ് പിശാചുണ്ടാക്കുമ്പോൾ അള്ളാഹുവേ അത്തരം വസുവാസിൽ നിന്നൊക്കെ ഒരു തടയായി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് അത് നീ ഉണ്ടാക്കി തരണേ കാഴ്ചകളെ നിയന്ത്രിക്കാൻ, ഹവയെ നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ജഡികേച്ഛകളെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി, ഈമാനികമായ ശക്തി നീ നൽകണേ തെറ്റുകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ ബർക്കത്ത് തരണേ അള്ളാഹുവേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരംഗത്തെയും നീ ബുദ്ധിമുട്ടിക്കല്ലേ വഹിക്കാനാവാത്ത ഭാരങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അള്ളാഹുവേ. ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ള മനസ്സ് തരണേ നിന്നോട് മാത്രം തേടിയിട്ടുള്ളൂ. ഓർമ്മ വെച്ച കാലം മുതൽ അള്ളാഹുവേ ഇനി നിന്നെ മാത്രമേ തേടുള്ളൂ. ഇടയാളരില്ല ഞങ്ങൾക്ക് ഇടയാളരെ വേണ്ട നേരിട്ട കാര്യങ്ങൾ നീ ഞങ്ങളുടെ ഹബിലിൽ വരീതാണ്. കണ്ട നാടിയേക്കാൾ അടുത്തവനാണ്. നിന്നെക്കാൾ പ്രാർത്ഥനയ്ക്ക് യോഗ്യനായ വേറെ ആരുമില്ല ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ റബ്ബേ. നിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, നിൻ്റെ മുമ്പിൽ അർദ്ധരാത്രികളുടെ അന്ത്യയാമങ്ങളിൽ സുജൂദിൽ വീഴാൻ, നിന്നോടിങ്ങനെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ അള്ളാഹുവേ, ജീവിതത്തിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹുവേ, ആ ഭാഗ്യം നിലനിർത്തി തരണേ അള്ളാഹുവേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ
അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഹിദായത്തിൻ്റെ വഴിയിലാക്കണേ അല്ലാ. ഖുർആൻ അവരെ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. ഖുർആൻ ഞങ്ങൾ പഠിക്കുന്ന പോലെ വിശുദ്ധ ഖുർആൻ അവരെയും പഠിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വർഗത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ അഹ്ലിനെ കുടുംബത്തെ ഒന്നാകെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. വഴിവിട്ടു പോയ ആളുകളെ വഴിയിലേക്ക് ഹിദായത്തിലെത്തിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടുകാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. പല കാര്യത്തിലും ഞങ്ങളെ സഹായിക്കുന്നവരാണ്. പലപ്പോഴും ഞങ്ങളും അവരെ സഹായിക്കാറുണ്ട്. അള്ളാഹുവെ അവരൊക്കെ സഹായിക്കുകയും പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, അവരെയും നീ ഹിദായത്തിലെത്തിക്കണേ അല്ലാ. അവരെല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാമിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന, ഫീ സബീലില്ല പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. അക്രമികളെ നീ ശിക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പാവങ്ങളായ ആളുകളുടെ അവകാശങ്ങൾ വരെ ഹനിക്കുന്ന, സാധാരണക്കാരെ പട്ടിണിക്കിട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ക്രൂരന്മാരായ ഭരണാധികാരികൾ പല രാജ്യത്തുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള ഭരണാധികാരികളെ നീ നശിപ്പിക്കണേ അല്ലാ. നല്ല നേതാക്കൾ എല്ലാ രാജ്യത്തുണ്ട്. നന്മ ആഗ്രഹിച്ച് നീതി നടപ്പാക്കാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നവർ, അള്ളാഹുവെ അവരും സമുദായത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ വിശപ്പ് ഏറ്റവും വലുതാണ്. പട്ടിണിക്കാരായ ഗസയിലും ഫലസ്തീനിലും അടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്തും അള്ളാഹുവെ വിശപ്പ് വലിയൊരു വിഷയമായ ഒരുപാട് ജനങ്ങൾ, കോടിക്കണക്കിന് ജനതയുണ്ട്. അള്ളാഹുവെ അവരുടെ പട്ടിണി മാറ്റണേ അല്ലാ. അവരുടെ ഭക്ഷണം പിടിച്ചു വെച്ചിരിക്കുന്ന അഹങ്കാരികളെ നീ ഭൂമിയിൽ വെച്ച് തന്നെ പാഠം പഠിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുവെ നൂഹ് നബിയുടെ കഥ പറയുമ്പോൾ, നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോൾ, അള്ളാഹുവെ സ്വന്തം ഭാര്യ വരെ ഹിദായത്തിലില്ലാത്ത അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെയും അങ്ങനെ കഴിവിട്ടു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ലഹരിക്കടിപ്പെട്ട് വല്ലാതെ ദീനെന്നൊക്കെ അകന്നു പോകുന്ന മക്കൾ പലരുടെയും വലിയ സങ്കടമാണ്. അള്ളാഹുവെ അങ്ങനൊന്നും ആർക്കും വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് റഹ്മത്തുള്ളൊരു ജീവിതം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة عين وجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.